മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമല്. ആ അമല് നോക്കിയാൽ നമ്മളൊക്കെ എത്രയോ ചെറിയതാണ്. സ്വർഗത്തിലെ ഓരോ കവാടങ്ങളെ കുറിച്ച് മുത്തുനബി ഇങ്ങനെ വിശദീകരിക്കുമ്പോ നിങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുന്നവർക്ക് ബാബു സ്വലാത്ത്, നോമ്പ് നോൽക്കുന്നവർക്ക് ബാബു റയ്യാൻ, സക്കാത്ത് കൊടുക്കുന്നവർക്ക് ബാബു സക്കാത്ത്, യുദ്ധം ചെയ്തവർക്ക് ബാബുൽ ജിഹാദ്, ഇങ്ങനെ വാതിൽ അങ്ങനെ പരിചയപ്പെടുത്തുമ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് അലാ മാ അലാ മൻ ദുഇയ മിൻ തിൽകൽ അബ്വാബി മിൻ ദറൂറാ ഫഹൽ യുദ്അ അഹദും മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. എല്ലാ വാതിലുകളിലൂടെയും കടക്കാൻ വിളിക്കപ്പെടുന്ന ആരെങ്കിലും അന്ന് സ്വർഗത്തിലുണ്ടാകുമോ നബിയേ? ഉണ്ടേ സിദ്ദീഖേ, വ അർജു അൻ തകൂന മിൻഹും, നീ അതിൽപ്പെട്ടതാണ് അബൂബക്കറേ എന്ന വലിയ സ്ഥാനം കൊടുത്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ നോക്കൂ, എല്ലാ വാതിലിലൂടെയും കടക്കാൻ, ആ 8 വാതിലിലൂടെയും കടക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യം കിട്ടിയത് നബി തങ്ങളോടുള്ള സുഹബത്താണ്. അവിടുത്തെ ഏറ്റവും വലിയ ഈമാനാണ്, ഉറച്ച വിശ്വാസമാണ്. നമുക്കുമായി 8 കവാടം പൂതി ഉണ്ടാവില്ലേ? നമുക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ചെയ്തിട്ട് നമുക്ക് 8 കവാടം കിട്ടുമോ? അത് നടക്കൂല. എന്നാൽ കിട്ടുന്ന ചെറിയൊരു ടിപ്സ് ഉണ്ട്. എല്ലാ പള്ളിന്റെ മുന്നിലും ഇവിടെ ചിലപ്പോൾ ഹൗദങ്കൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. വുളൂഇന്റെ ശേഷമുള്ള ദുആ എന്നാൽ സ്വർഗത്തിലെ 8 കവാടം തുറക്കപ്പെടും. ബ്രാക്കറ്റിൽ ഹദീസ് എന്ന് കാണാം. ഇത് നമുക്കതൊന്നും ചെയ്തൂടെ? ഈ 8 കവാടം ആ ഹദീസ് കൊണ്ട്, ആ ദുആ കൊണ്ട് കിട്ടുമെങ്കിൽ നമുക്കത് ചെയ്തുകൂടെ? അതിന് തൗഫീഖ് വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ദുആ അതിന് വലിയ ബഹുമാനാണ്, വലിയ ബഹുമാനാണ്. ആ ദുആ ഒരാൾ ദ്വാരുന്നാൽ പിന്നെ അത് പൊളിച്ചു കളയൂല, അതിന്റെ കൂലി പൊളിക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ഈമാൻ പോകൂല എന്നാണ്. അവന്റെ ഈമാൻ പോകൂല. അത്രയും വലിയ മഹത്വമാണ് ആ ദുആക്കുള്ളത്.